കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സകല ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു നൽകുന്ന ഒരു ദൈവം, സ്വർഗത്തിൽ നിന്ന് തൻ്റെ സകല പ്രവർത്തികളെയും നോക്കുന്ന ദൈവം, ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ ഈ പകലിലും നമ്മുടെ മധ്യമുണ്ട്. സ്തോത്രം. ഓരോ ജഡത്തിനും എന്തു വേണോ അത് കൊടുക്കുന്ന ഒരു ദൈവം. കരയുന്ന കാക്കയ്ക്ക്, വയലിലെ റോസയ്ക്ക്, ആകാശത്തിലെ പറവകൾക്ക്, കാട്ടിലെ മൃഗങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് എൻ്റെ കർത്താവിനറിയാം. അങ്ങനെയെങ്കിൽ നമ്മളെ അതിശ്രേഷ്ഠകരമായി നടത്താൻ, പറയാതെ തന്നെ ചെയ്യാനും കഴിവുള്ള ഒരു ദൈവത്തെ അല്ലേ സേവിക്കുന്നത്? നാളെ എന്തായി തീരും എന്നോർത്ത് നിരാശപ്പെടരുത്. നാളെ നമുക്ക് വേണ്ടി കരുതാമെന്നും, ആകാശത്തിലെ പറവകളെ നോക്കുവിനവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അവിടുത്തെ വിശുദ്ധ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? നമ്മളെ കരുതാതിരിക്കുമോ? അറിയാതിരിക്കുമോ? ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത അകത്ത് വരണം. ഇന്ന് ഞാൻ എന്തു ചെയ്യും? എങ്ങനെ അവരോട് സംസാരിക്കും? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് ഭാരപ്പെടരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തനായ ഒരു കർത്താവുണ്ട്. സകലത്തെ നിയന്ത്രിക്കുന്നവനുണ്ട്. സകലത്തിന്മേലും അധികാരമുള്ളവനുണ്ട്. എപ്പോഴും ചിന്തിക്കണം, അവിടുന്ന് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല, എൻ്റെ കുടുംബത്തിന് സംഭവിക്കില്ല. എൻ്റെ അർത്ഥം, നമുക്ക് വരുന്ന എല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു. നമുക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, ഇത് നിമിഷം വരെ. പക്ഷേ നാളെ എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും അറിയുന്നൊരു ദൈവം. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, നമ്മുടെ ആദ്യം അറിയാവുന്നവൻ. എൻ്റെ അറിയാവുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവമഹത്വം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവിടുന്ന് എന്നെ നടത്തും, എന്നെ പുലർത്തും. എന്നെ കൊണ്ടുവന്ന ദൈവം, ഇന്ന് വരെ എന്നെ സൂക്ഷിച്ച ദൈവം, കഴിഞ്ഞ മിനിറ്റ് വരെ കരം പിടിച്ച് നടത്തിയവൻ, നാളെയും നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകൂ. സഹോദരങ്ങളെ, തലമുറകളെ ഓർത്തും മറ്റു പല വിഷയങ്ങളെയും ഓർത്തും കുടുംബജീവിതത്തിൽ വരുന്ന ചില വെല്ലുവിളികളെ കണ്ടും നിങ്ങൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. നിങ്ങളോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകൾ സംസാരിച്ച, നിങ്ങളെ ശ്രേഷ്ഠകരമായി നടത്തിയ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകും. ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം 10-ാമത് വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന്
നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം നിവർത്തിക്കുകയുള്ളൂ. ജനം ബാബേൽ പ്രവാസത്തിലായിരുന്ന കാലഘട്ടം യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്, പ്രവാസത്തിലും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവാസത്തിൽ നീ തകരില്ല, നീ മരിക്കില്ല, അവിടെ വെച്ച് വിടുവിക്കപ്പെടും. മറ്റിടത്ത് എഴുതിയിരിക്കുന്നു, നീ ബാബേലിൽ വെച്ച് വിടുവിക്കപ്പെടും. എപ്പോൾ? അതാണ് ഇവിടെ പറയുന്നത്. 70 സംവത്സരം കഴിയുമ്പോൾ, ദൈവം പറഞ്ഞ കാലയളവ് കഴിയുമ്പോൾ, ആ പറഞ്ഞ സമയം തീരുമ്പോൾ ആർക്കും അവിടെ നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സംവത്സരം കഴിയുമ്പോൾ നിങ്ങളെ മടക്കിക്കൊണ്ടുവരും, നിങ്ങളെ പുറത്തു കൊണ്ടുവരും, നിങ്ങളെ പുറപ്പെടുവിക്കും. കൽദയരുടെ ശക്തികൾക്കോ ബാബേലിൻ്റെ അധികാരങ്ങൾക്കോ എൻ്റെ ജനത്തെ പിന്നെ പിടിച്ചൊതുക്കാൻ സാധ്യമല്ല. ബാബേൽ പ്രിയരെ ജീവിതത്തിൻ്റെ എൻഡല്ല. ചിലത് പഠിപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം, മരുഭൂമി തകർച്ചയുടേതല്ല. ഞാൻ അവളോട് തിരുവെഴുത്ത് പറയുന്നു, ഹൃദ്യമായി മരുഭൂമിയിൽ വെച്ച് സംസാരിക്കും. മരുഭൂമിയിലേക്ക് വശീകരിച്ച് കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് ഞാൻ ചിലത് പഠിപ്പിക്കുന്ന ദൈവം. മരുഭൂമിയിൽ വെച്ച് ഞാൻ അവളെ സഹായിക്കുന്ന ദൈവം. മരുഭൂമിയിൽ വെച്ച് ഞാൻ അവളെ ശക്തീകരിക്കുന്ന ദൈവം. മരുഭൂമി വെച്ച് ഞാൻ അവളെ ഉദ്ധരിക്കുന്ന ദൈവം. ഞാൻ അവളെ പണിയുന്ന ദൈവം, എൻ്റെ മഹത്വം ഇറക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും വരുന്ന മരുഭൂമിയുടെ അവസ്ഥ, ബാബേലിൻ്റെ അവസ്ഥ തീരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സംസാരവും ദൈവത്തിൻ്റെ ശക്തിയും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തി അവരെ ഞാൻ ആദരിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളട്ടെ. സകല മരുഭൂമിയെയും സകല പ്രവാസത്തെയും അതിൻ്റെ റൈറ്റ് ടൈം കഴിയുമ്പോൾ ദൈവം ഒരു കാലയളവ് വെച്ചിട്ടുണ്ട്. ആ കാലയളവ് കഴിഞ്ഞ് എൻ്റെ ജനത്തെ ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ഉള്ള ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം നൽകുന്ന ശുഭഭാവി ഉണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ് എന്ന് ഈ പകൽ ദൈവാത്മാ വ്യക്തമായി പറയുന്നു. ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചില ദൈവപ്രവൃത്തി, എൻ്റെ ജനത്തെ ഉദ്ധരിക്കുന്ന ചില ഉദ്ധാരണം, എൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചില ബ്രൈക്കറ്റ് ടൈമിലുള്ള എൻ്റെ അരുളപ്പാടിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ സമാപ്തി, അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഈ പകൽ അറിയട്ടെ. ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ഇന്ന് പകൽ വെളിപ്പെട്ട് ആത്മാവിൽ ആരാധിച്ച് മുൻപോട്ട് വരാൻ ജനം തയ്യാറാകട്ടെ. 70 സംവത്സരം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ സന്ദർശിച്ച് പുറത്തു കൊണ്ടുവരും. ഈ പകൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ സംവത്സരം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ശബ്ദം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, തിരുമഹത്വം ഈ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കും വൻകാര്യങ്ങൾ അങ്ങ് ചെയ്യും. സകല മഹത്വം അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.